കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി എന്ത് ബാക്കി പറ്റാനായിട്ട്? ടിവി നീ കണ്ടായിരുന്നോ? അവരാ സോങ് റിലീസ് ചെയ്തു. ഞാൻ നിന്നോട് പ്രൊഡ്യൂസറോട് സംസാരിക്കാൻ പറഞ്ഞല്ലേ, സംസാരിച്ചില്ലായിരുന്നോ? അതൊക്കെ സംസാരിച്ചു. റിലീസ് ചെയ്യില്ലെന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ ഇതേ എല്ലാവരും ടിവിക്ക് മുമ്പിലാ. എന്നെ കൈ കിട്ടി കൊന്നുകളയും. ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ടെൻഷൻ ആവല്ലേ, വഴിയുണ്ടാക്കാം. പ്രജനനേ ബ്രഹ്മാതിഷ്ഠതു പാദയോർവിഷ്ണുസ്തിഷ്ഠതു ഹസ്തയോരനസ്തിഷ്ഠതു. ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയല്ലോ. എന്റെ പൊന്നമ്മ, ഇനി എന്നോടൊന്നും പറയണ്ട. കൊഞ്ചിച്ചവളെ വഷളാക്കിയത് അമ്മ തന്നെയാ. വീട്ടുകാരെ പേടിയുണ്ടായിരുന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? കറങ്ങിത്തിരിഞ്ഞ് എന്നെ മാത്രം കുറ്റം പറഞ്ഞോണം. ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും കരുതിയില്ലല്ലോ. എന്റെ മോനെങ്ങാനും കണ്ട അവളെ കൊന്നുകളയും. രാജകുടുംബത്തിലെ സ്ത്രീകൾ പരമ്പരാഗതമായ പല സമ്പ്രദായങ്ങളും ചിട്ടകളും പാലിക്കേണ്ടവരാണ്. അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് അവിടെ നിന്നും ഒരു പെൺകുട്ടി ഇത്തരമൊരു വീഡിയോയിൽ അഭിനയിക്കാൻ തയ്യാറായെങ്കിൽ അത് വെറുമൊരു സാധാരണ കാര്യമല്ല. ഇതിൽ വളരെ വിചിത്രമായ കാര്യം എന്താണെന്നാൽ, ശ്രേയയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടെന്നോ അവരിങ്ങനെ ഒരു ആൽബത്തിൽ അഭിനയിച്ചുവെന്നോ ആ കുടുംബത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവളുടെ ഭർത്താവ് ഇപ്പോൾ കിരീടാവകാശിയാണ്. അപ്പോൾ തീരുമാനം സ്വീകരിക്കേണ്ടത് നീയാണ്. എന്താ നിന്റെ ഉദ്ദേശം? ശ്രേയെ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ? തക്കം കിട്ടിയ പണി തരുവേ വേണ്ട, ശ്രേയെ വിശ്വസിക്കില്ല എന്ന് 1000 വട്ടം പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാദേവാ, നമുക്കെന്തായാലും ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. ശ്രേയക്കാണെങ്കിൽ അഭിനയത്തോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു സിനിമാ കമ്പനി തുടങ്ങാം. എന്നിട്ട് അവളെ ഹീറോയിനാക്കി ഒരു പടം എടുക്കാം. വായ അടച്ചോണം. നമ്മുടെ കുടുംബത്തിൽ ഇതൊന്നും ശീലമുള്ള കാര്യമല്ല.
ഇപ്പൊ തന്നെ നാട്ടുകാരൊക്കെ എന്തൊക്കെയായിരിക്കും പറയാൻ തുടങ്ങിയിരിക്കുക. തോന്നിയ ദിവസം പറയുന്നു നീ. അവൻ തോന്നിവാസം പറഞ്ഞതല്ലേ ഇന്ദുവമ്മേ, സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ഓഫർ അല്ലേ. ഇനിയിപ്പോ നമുക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിന് നാണക്കേടുണ്ടാകുന്ന പ്രവൃത്തി ചെയ്തു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചാലെന്താ? എന്റെ പാട്ടിന് ഞാൻ ജീവിച്ചപ്പോ എന്തൊരു അഹങ്കാരായി വെക്കെന്നും പറഞ്ഞ് ഏതു നേരം എന്നെ പഴിയെടുക്കലായിരുന്നല്ലോ. എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും ഞാനൊരിക്കലും ഇതുപോലെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കച്ചവടത്തിന് വെച്ചിട്ടില്ല. ഇപ്പൊ കൊച്ചുമരുമോളുടെ കാര്യത്തിൽ എന്താണാവോ തീരുമാനം? അയ്യോ, ദേ രാമൻ ചെറിയച്ചൻ എത്തിയല്ലോ. വരണം വരണം ചെറിയച്ച, കണ്ടോ ഇത്? ചെറിയച്ചന്റെ മോള് ചെയ്ത സാമൂഹ്യ പ്രവർത്തനം. ഒരു ഭാഗത്ത് നിങ്ങളുടെ മരുമകൻ ഒരു വലിയ കാര്യം ചെയ്യാനായിട്ട് ഹോമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഭർത്താവിന്റെ ഒപ്പം നിൽക്കേണ്ടവളാ പാതിയും മുക്കാലും ശരീരവും കാണിച്ചോണ്ട്. ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനുണ്ടാക്കി തന്ന നല്ല പേര് കണ്ടു കാണുമല്ലോ. ചെറിയച്ചൻ എന്തു പറയുന്നു? ഒന്ന് കുഴിച്ചു മൂടണം. എന്താ രാമ ഈ പറയുന്നേ? ശരിക്കും കൊല്ലാൻ തീരുമാനിച്ചോ? ചെറുപ്പം തൊട്ടേ അവൾക്ക് സിനിമ ഇഷ്ടമാ. എന്നാലും ഇത് ലോകത്താരും ചെയ്യാത്തൊന്നും അല്ലല്ലോ. വലിയ കൊലപാതകം ചെയ്ത പോലെയല്ലേ എല്ലാരും പറയുന്നേ. ഈ ടി വിക്കാർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇട്ടത് തന്നെ വീണ്ടും വീണ്ടും ഇട്ട് മനുഷ്യനെ കൊല്ലും. ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളതല്ല ഇവിടത്തെ പ്രശ്നമേ. ഏത് സ്ഥാനത്തിരുന്ന് എന്ത് ചെയ്യുന്നു എന്നതാണ് എപ്പോഴും പ്രശ്നത്തിന് കാരണം. രാമന്റെ മകളാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആരും തിരിഞ്ഞു നോക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷേ കൊട്ടാരം വീട്ടിലെ മരുമകള് സ്വന്തം ഇഷ്ടത്തിന് എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ബാധിക്കുമെന്ന് എന്തുകൊണ്ട് അവൾ ചിന്തിച്ചില്ല? ഉടുതുണിയോടെ എന്റെ മോളെ ഇങ്ങോട്ടേക്ക് അയച്ചത് കല്യാണത്തിന്റെ പേരിൽ പോലും ഒരു പൈസ ഞാൻ ചെലവഴിച്ചിട്ടില്ല. പകരം ഈ കുടുംബത്തിന്റെ അന്തസ് ഇവള് കാത്തോളും എന്ന വാക്കാണ് വർമ്മയ്ക്ക് ഞാൻ കൊടുത്തത്. എന്റെ ആ വാക്ക് തെറ്റിച്ചവളെ എനിക്കൊരിക്കലും എന്റെ മകളായി കാണാൻ സാധിക്കില്ല. ജീവനോടെ ഇരിക്കാനും സമ്മതിക്കില്ല. എവിടെ പോയി അവള്? വിളിക്കവളെ. വേണ്ട, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. രാമ നിന്നോടാ പറഞ്ഞേ. നിന്നോട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. രാമ ശ്രേയേ, 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 എവിടെ പോയി കിടക്കുവാടി?
അമ്മേ. ശ്രേയേ, ശ്രേയ മോളെ, എടി സുലേഖേ, നീ ഒന്ന് ചെന്ന് നോക്കിക്കേടി. ചേച്ചി, ശ്രേയ ചേച്ചി, ചേച്ചി അവിടെ പോയിരിക്കുക. ശ്രേയേ, ശ്രേയ മുങ്ങിയെന്ന് തോന്നുന്നല്ലോ രാമൻ ചെറിയച്ച. എടാ രാമ, എന്ത് പണി അവള് കാണിച്ചു? എന്റെ മോനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിക്കൊണ്ട് എവിടെ പോയി കിടക്കുകയാടി നീ? വിഷമിക്കാ. ഇങ്ങനെ ചെയ്യുന്ന ആര് വിചാരിച്ചു? രാമ, നീ ഇനി അവളെ ഓർത്ത് വിഷമിക്കണ്ടടാ. എന്റെ ഭഗവാനെ, എന്റെ ചോരയിലുണ്ടായവൾക്ക് എവിടുന്നാ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായേ? ഇങ്ങനെ ചെയ്യാനായിരുന്നോ നിന്നെ ഇത്ര ലാളിച്ച് ഞാൻ വളർത്തിയത്? ദൈവമേ, ഒന്നും നീ ഓർത്തില്ലല്ലോടി. ഭഗവാനെ, എന്തൊരു സിനിമാ പ്രാന്താടി. എല്ലാവർക്കും നാണക്കേടായില്ലേ? ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞങ്ങള്? ഏത് മുഖമായിട്ട് പുറത്തിറങ്ങും?
ഇഡിയറ്റ്. നോക്കി വണ്ടി ഓടിച്ചൂടെ? ആളെ കണ്ടൂടെ? മോളെ മോളെ ക്ഷമിക്കണം. സാരമില്ല. എന്നാ വാ, ഞാൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാറേ, കുഴപ്പമില്ല. സാരമില്ല, കേറിക്കോ മോളെ. എവിടേക്കാ മോട്ടെ? അതിന്റെ ആവശ്യമില്ല സാറേ, ഞാൻ തനിയെ പൊക്കോളാം. പറയുന്നേക്ക്. അല്ല മോള് അവളാണോ ഇത്? ഒന്നവിടെ നിന്നേ. എടാ ഇതെന്താ തിരിഞ്ഞു നോക്കാതെ പോകുന്നത്? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കൊട്ടാരം വീട്ടിലെ ശിക്ഷാ നടപടികളോടുള്ള ഭയം കാരണമാണോ ശ്രേയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ശ്രേയ എവിടെ? ശ്രേയോ? അവള് പോയില്ലേ? അറിഞ്ഞോണ്ട് എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അറിയാം, ആരെങ്കിലും അവളെ കുറിച്ച് പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. സത്യം പറ ദേവേട്ടാ, ദേവേട്ടനാണോ അവളെ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു ഓടിച്ചത്? ഞാനോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി നിന്നെ അവള് പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് നീ രാത്രി കയറി വന്നത് കരഞ്ഞ് നിലവിളിച്ചൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നിട്ട് പോലും അവളൊരക്ഷരം ചോദിച്ചില്ലല്ലോ. ആ ദേഷ്യം കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രാത്രി ദേവേട്ടൻ എന്നോട് പറഞ്ഞതിനെ കുറിച്ചാ. ഞാനെന്താ പറഞ്ഞേ? ശ്രേയ മുങ്ങിയ ഹോമത്തിനിരിക്കാൻ ആള് വേണം, ഇവിടെ നിങ്ങോട്ടും പോവല്ലേന്ന് പറഞ്ഞില്ലേ? ഈശ്വരാ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലായിരുന്നോ? സത്യമായിട്ടാണോ ദേവേട്ടാ? ഓ, സത്യമായിട്ടും. അങ്ങനെ അവള് പോകണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവളെ വീട്ടിന്റെ പടി ഇറങ്ങിയ സമയത്ത് തന്നെ ഇവിടെ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയില്ലായിരുന്നോ? ഇന്നലെ രാത്രിയാണെങ്കിലും ആ സോങ്ങിന്റെ കാര്യം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നോക്ക്, ഇനി ആ സോങ് ഞാൻ മനഃപൂർവ്വം അവരെ കൊണ്ട് റിലീസ് ചെയ്യിച്ചാന്ന് മാത്രം പറയല്ലേ. ആ പ്രൊഡ്യൂസറെ അടിച്ച് അയാൾക്ക് വാണിംഗ് കൊടുത്തിട്ട് വന്നത് നിന്റെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ? അപ്പോ വീട്ടിലാരെങ്കിലും വഴക്ക് പറയുന്ന കരുതി മുങ്ങിയതായിരിക്കോ? എനിക്കൊന്നും അറിയില്ല വൈദേഹി. എനിക്കങ്ങനെ എന്റെ ജീവിതത്തിൽ നിന്നായാലും ആരെയും അങ്ങനെ മനഃപൂർവ്വം അകറ്റാനായിട്ട് ഒന്നും ചെയ്തൊരു ശീലമില്ല. നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരുപക്ഷേ അത് നമ്മുടെ സ്നേഹത്തിന്റെ ആഴം കൊണ്ടായിരിക്കും. ആ സ്നേഹത്തിന് തടസ്സം നിൽക്കുന്നവരെല്ലാം സ്വയം അകറ്റി